ഇന്ത്യ UK ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ ബ്രിട്ടന്റെ 9 യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ സ്ഥാപിക്കുമെന്നും തീരുവകൾ ബാധിക്കാത്ത സ്വതന്ത്ര വ്യാപാര കരാറിനെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നതും. ഊർജം, പ്രതിരോധം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുമെന്നും ചർച്ചയിൽ തീരുമാനമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ട്രംപിന്റെ തീരുവ ഭീഷണികളെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇന്ത്യ മൂന്നാം സമ്പദ് വ്യവസ്ഥയായി തന്നെ ഉയർന്നു വരികയാണ്. മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതും. ഇതിനിടയിലാണ് ഇപ്പോൾ UK ശക്തമായൊരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ഇന്ത്യക്കും UKക്കും ഇടയിൽ തന്നെ സൗഹൃദപരമായ ഒരു ശക്തി, വ്യാപാര കരാർ ഉരുത്തിരിഞ്ഞ് വരികയാണ്. മാത്രമല്ല, ഈ വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഗാസ യുക്രൈൻ സംഘർഷങ്ങളെയും ഇക്കാര്യങ്ങളെല്ലാം ഇതിൽ ചർച്ചയാവുകയും ചെയ്തു. സമാധാന ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നുവെന്നും മോദി അറിയിച്ചു. കാലാവസ്ഥാ മേഖലയിലെ സ്മാർട്ടപ്പുകളും സംയുക്ത നിധി രൂപീകരിക്കുവാനും ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. UKയുടെ 9 സർവകലാശാലകളാണ് ഇന്ത്യൻ ക്യാമ്പസിൽ തുടങ്ങാനൊരുങ്ങുന്നത്. പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കുമെന്നാണ് മോദി അറിയിച്ചത്. നരേന്ദ്രമോദിയും കെയർ സ്റ്റാമറും ചേർന്നുകൊണ്ട് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരു നേതാക്കളും അവരുടെ പ്രതികരണം പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഗാസയിലെ ധാരണ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവരെ എല്ലാവരെയും തന്നെ അഭിനന്ദിക്കുന്നതായും കെയർ സ്റ്റാമർ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇറക്കുമതി ചെലവ് കുറയ്ക്കുവാനും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുവാനും കരാർ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കരാറോട് കൂടി തന്നെ, സമഗ്രമായ സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഇറക്കുമതി ചെലവ് കുറയ്ക്കുവാനും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും വ്യാപാരം വർദ്ധിക്കുകയും ഇത് നമ്മുടെ വ്യവസായങ്ങൾക്കും ഉപഭോക്താക്കൾക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ സർവകലാശാല ഗുരുഗ്രാമിൽ ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. 9 UK സർവകലാശാലകളിൽ ഇന്ത്യൻ ക്യാമ്പസുകൾ തുറക്കുമെന്നായിരുന്നു പ്രഖ്യാപനം വന്നത്. ഇന്ത്യയും UKയും പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളിൽ വേരൂന്നിയ സ്വാഭാവിക പങ്കാളികളെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ വളരുന്ന പങ്കാളിത്തമാകട്ടെ ആഗോള സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും ഒരു പ്രധാന അടിത്തറയായി തന്നെ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭൗമരാഷ്ട്രീയ രംഗത്താകട്ടെ മറ്റൊരു രീതിയിലേക്ക് ഈ ബന്ധം ശക്തമായി മാറുകയും ചെയ്യും. ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഇൻഡോ പസഫിക്, പശ്ചിമേഷ്യയിലെ സമാധാനവും സ്ഥിരതയും അതുപോലെ യുക്രൈൻ സംഘർഷവും ചർച്ച ചെയ്തതായും ഇരു നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ സംഘർഷം, ഗാസ എന്നീ വിഷയങ്ങളിൽ സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും തന്നെ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും സൈനിക പരിശീലനത്തിലെ സഹകരണത്തിനും ഇരുപക്ഷവും ധാരണയാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർമാർ UKയിലെ റോയൽ എൻഫോഴ്സിൽ പരിശീലകരായി തന്നെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നും നിർണായക ധാതുക്കളിൽ സഹകരിക്കുന്നതിനായി തന്നെ ഒരു ഇൻഡസ്ട്രി ഗ്രിൽഡും ഇവിടെ സ്ഥാപിതമാക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.